+2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നോട്ട്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുക 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൽ നിന്ന് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് മീൻസ് ഐഡൻറ്റിഫൈ ആൻഡ് അസോസിയേറ്റഡ് ഓപ്പറേഷൻസ്. അതായത് നിങ്ങൾക്ക് ഡാറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഡാറ്റ ടൈപ്സിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്. ഇതിൽ ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, ഡബിൾ, വോയിഡ് എന്നിങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. തേർഡ് വൺ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ടൈപ്പ് മോഡിഫയേഴ്സിന് 4 കീവേഡ്സ് ആണ്: സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. Type conversion. It is the process of converting the current data type of a value into another type. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പിൽ നിന്ന് വേറെ ഡാറ്റ ടൈപ്പിലേക്ക് മാറുന്നതിനെയായിരുന്നു ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുക. 2 ടൈപ്പ് ഉണ്ട്: ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനെ ടൈപ്പ് പ്രൊമോഷൻ എന്ന് വിളിക്കും. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഈ ചാപ്റ്ററിലുള്ള നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ C++ പ്രോഗ്രാം. ഇതിൽ ഫസ്റ്റ് വൺ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് വൺ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർത്ത് വൺ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ ഓരോന്നും ഡിഫൈൻ ചെയ്ത് നമുക്ക് പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ ആണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ് ഇൻറ്റ് n, സം, സെമിക്കോളൻ. അപ്പം ഒരു ഡാറ്റ ടൈപ്പിൻ്റെ കൂടെ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിന് ആ വേരിയബിൾസാണ് നമ്മൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. ഇവിടെ ആ പ്രോഗ്രാമിൽ കാണിച്ചത് കണ്ടില്ലേ, ഇൻറ്റ് a, b, c. അതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആവാം, ഫ്ലോട്ട് ആവാം, ക്യാർ ആവാം. അപ്പോൾ ഏത് ഡാറ്റ ടൈപ്പിൻ്റെ കൂടെയും വേരിയബിൾസ് വരുന്നുണ്ടോ അതൊക്കെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്ട്രാക്ഷൻ. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ എക്സ്ട്രാക്ഷൻ എന്ന പേരിൽ വിളിക്കും. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് > ആയിട്ടുള്ള സിമ്പൽ. ഇപ്പോൾ എക്സാമ്പിൾ കണ്ടാവും, സി ഇൻ > സം > n. ഇപ്പോൾ 2 വേരിയബിൾ ഒരുമിച്ച് നമ്മളിവിടെ എന്ത് ചെയ്ത് സീൻ ചെയ്തതാണ്, ഇൻപുട്ട് ചെയ്തതാണ്. അപ്പം ഇൻപുട്ട് ചെയ്യുന്നതിനുള്ള കീവേഡാണ് സി ഇൻ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന സിമ്പലാണ് > സിമ്പൽ. ഇപ്പോൾ ഈ പ്രോഗ്രാമിംഗ് കോഡിൽ നമ്മൾ സി ഇൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ, അതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സി ഇൻ കണ്ടുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻസേർഷൻ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് <2> ആയിട്ടുള്ള സിമ്പൽ. അപ്പം ഇതിന് സി ഔട്ടാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുക. അപ്പം സി ഔട്ടിൽ എന്ത് വന്നാലും അത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ വരും. അപ്പോൾ ഈ പ്രോഗ്രാമിൽ സി ഔട്ട് വരുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. മുകളിൽ താഴത്തത്, മുകളിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം സി ഔട്ട് വരുന്നതെല്ലാം ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് =. ഇപ്പോൾ ഏരിയ = എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, അതാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഈ പ്രോഗ്രാമിങ്ങിൽ ഇവിടെ C = a+b എന്ന് വന്നത്. അപ്പോൾ അതായിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ലാസ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തതാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിലുള്ള 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അടുത്തതാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിലെ ഇഫും സ്വിച്ചിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇഫിൽ തന്നെ 3 ഉണ്ട്: ഇഫും, ഇഫ് എൽസും ആൻഡ് ഇഫ് എൽസ് ലാഡറും. അപ്പം ഓരോന്നിൻ്റെയും സിൻടാക്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫിൻ്റെ കൊടുത്തിട്ടുണ്ട്, ഇഫ് എൽസിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ
ഇഫ് ലാഡറിൻ്റെയും സിൻടാക്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത നാലാമത്തതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പം അതിൻ്റെ സിൻടാക്സും കറക്റ്റ് പഠിക്കണം. ഇഫ് എൽസ് ലാഡറും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പം ചോദിക്കാം, അപ്പോൾ അതും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ടാമത്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഉള്ളത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ആൻഡ് ടു വൈൽ ലൂപ്പ്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഇനി ലൂപ്പിംഗ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്. വാട്ട് ഈസ് ലൂപ്പിംഗ് എലമെൻറ്റ്സ് ചോദിച്ചാൽ ഈ 4 എലമെൻറ്റ്സ് ആണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് എല്ലാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ, അതായത് ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും ഡു വൈൽ ലൂപ്പിലും നമ്മൾ സിൻടാക്സിൽ കൊടുക്കുമ്പം എഴുതുന്ന എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് എവിടേക്കാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ ആ സിൻടാക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഫോർ ലൂപ്പിൽ നിന്ന് വൈൽ ലൂപ്പിലേക്കും വൈൽ ലൂപ്പിൽ നിന്ന് ഡു വൈൽ ലൂപ്പിലേക്കും ഡു വൈൽ ലൂപ്പിൽ നിന്ന് ഫോർ ലൂപ്പിലേക്കും ഒക്കെ മാറ്റാൻ ഈസി ആയിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഓരോ സിൻടാക്സും ഫോർ ലൂപ്പിൻ്റെയും വൈൽ ലൂപ്പിൻ്റെയും ഡു വൈൽ ലൂപ്പിൻ്റെയും സിൻടാക്സിൽ നോക്കിയാൽ ഈ എലമെൻറ്റ്സ് കാണാൻ കഴിയും. ആ എലമെൻറ്റ്സ് എവിടേക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഫോർ ലൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ആണ് ഫോർ ഇൻ ബ്രാക്കറ്റ് ഓപ്പൺ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ സെമിക്കോളൻ ടെക്സ്റ്റ് എക്സ്പ്രഷൻ സെമിക്കോളൻ അപ്ഡേഷൻ എക്സ്പ്രഷൻ ബ്രാക്കറ്റ് ക്ലോസ് ബ്രേസസ് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളൻ ബ്രേസസ് ക്ലോസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോർ I = 1 സെമിക്കോളൻ I <= 5 സെമിക്കോളൻ I++. അപ്പം ഇതിൽ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് I = 1, ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് I <= 5, അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് I++. ഇങ്ങനെയാണ് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് നോക്കാം. ഇതിൽ ഫസ്റ്റ് തന്നെ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷനാണ് വരിക. അപ്പോൾ I = 1 എന്ന് പറയുന്നത് ഫസ്റ്റിൽ കൊടുക്കണം. എന്നിട്ട് വൈലിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അതായത് I <= n എന്നുള്ളത് കൊടുക്കുക. ഏതാണോ ലിമിറ്റ് അത് കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് അപ്ഡേഷൻ എക്സ്പ്രഷൻ കൊടുക്കുക. അപ്പോൾ ഒരു ഫോർ ലൂപ്പിൽ നിന്ന് വൈൽ ലൂപ്പിലേക്ക് മാറ്റുമ്പം നിങ്ങൾ ആ എലമെൻറ്റ്സ് നോക്കിയിട്ട് മാറ്റം വരുത്തുക. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഡു വൈൽ ലൂപ്പ് അല്ലേ. ഡു വൈൽ ലൂപ്പിനെ നമ്മൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡു വൈൽ ലൂപ്പിൻ്റെ എലമെൻറ്റ്സ് നോക്കൂ. ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ കൊടുത്തു അല്ലേ, അതായത് I = 1 എന്ന് പറയുന്നത് അവിടെ കൊടുത്തു. എന്നിട്ട് ഡു കൊടുത്തു, അതിനുശേഷം ബ്രേസസ് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളൻ അപ്ഡേഷൻ എക്സ്പ്രഷൻ കൊടുത്തു, എന്നിട്ട് ക്ലോസ് ചെയ്തു. ലാസ്റ്റാണ് എന്ത് കൊടുത്തത്, വൈലിൽ നമ്മളെ കണ്ടീഷൻസ് കൊടുത്ത ടെക്സ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ എലമെൻറ്റ്സും നിങ്ങൾ നോക്കി പഠിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കുക. അങ്ങനെയാണ് ഫോർ ലൂപ്പിൽ നിന്ന് വൈൽ ലൂപ്പിലേക്കും വൈൽ ലൂപ്പിൽ നിന്ന് ഡു വൈൽ ലൂപ്പിലേക്കും ഒക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ലൂപ്പ് വരിക. പ്ലേസിങ് എ ലൂപ്പ് ഇൻസൈഡ് ദ ബോഡി ഓഫ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റിംഗ് ഓഫ് എ ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് വരുന്നതിനാണ് നെസ്റ്റിംഗ് ലൂപ്പ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ഫോർ ലൂപ്പ് വന്നിട്ടുണ്ട്. അതാണ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ആർ കോൾഡ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കൺട്രോൾ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അത് 4 ടൈപ്പായിട്ടാണ് ഈ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുന്നത്. 1 റിട്ടേൺ, 2 ഗോ ടു, 3 ബ്രേക്ക്, 4 കണ്ടിന്യൂ. അങ്ങനെയാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ചിലപ്പോൾ 4th സ്റ്റെപ്പിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അപ്പോൾ പ്രോഗ്രാം കൺട്രോൾ ടു വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇസ് കോൾഡ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പം അതിലുള്ള 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു, റിട്ടേൺ, കണ്ടിന്യൂ ആൻഡ് ബ്രേക്ക്.
ഈ കണ്ടിന്യൂ ബ്രേക്കും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് കണ്ടിന്യൂ ബ്രേക്കും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്കതിലേക്ക് വരാം. ഓക്കെ, ജമ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് വണ്ണാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ കൺട്രോൾ ബാക്ക് ടു ദ കോളിംഗ് പ്രോഗ്രാം. പ്രോഗ്രാമിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റിലെ സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എനിവർ ഇൻ ദി ഫങ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് കണ്ടിന്യൂ ബ്രേക്ക്. അടുത്ത ജമ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടിന്യൂ ബ്രേക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും ചോദിക്കാം. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിട്ട് പോവാം, കണ്ടിന്യൂ ബ്രേക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ വർഷം വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടോക്കൺസിനെ കുറിച്ചൊക്കെ ഞാൻ ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നോക്കുക. താങ്ക് യു.